ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ആദ്യത്തെ ക്ലാസ് ആണ്, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. 2 ദിവസം നമ്മൾ ക്ലാസ് യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് നൽകുന്നത്, ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി തന്നെ. അതിനുശേഷം ശനിയാഴ്ച മുതൽ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലുകളിലും പ്രൈവറ്റ് ആയിട്ട് തന്നെ നമുക്കുള്ള വീഡിയോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുവഴിയുമായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇന്നും നാളെയും നമ്മൾ ഡെമോ എന്ന രീതിയിലോ എങ്ങനെയാണ്, ഡെമോ അല്ല, ക്ലാസ് തന്നെയാണ്. ഈ ക്ലാസ്സിന്റെ ആദ്യത്തെ 2 ദിവസം നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഇത് നൽകുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ. ഓക്കെ, നമ്മൾ തന്നെ നല്ല രീതിയിൽ തയ്യാറാക്കിയ നോട്ടുകളാണ്. അപ്പോൾ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സഭയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ. ഇനി എന്താണ് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് ചോദിക്കാം. അത് ഭരണഘടന, അത് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭരണഘടന തയ്യാറാക്കിയ സഭയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കിയ സഭ, അതാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ. ഇങ്ങനെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ഒരു മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദൗത്യമുണ്ട്, അതാണ് ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഓർക്കുക, ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. വ്യക്തമായി തന്നെ പഠിച്ചു പോവുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഇത് 1946 നവംബറോടെയാണ് തീരുമാനമായതെങ്കിലും 1946 ഡിസംബർ 9-ാം തീയതിയാണ് ആദ്യമായി ഇത് സമ്മേളിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ നവംബറോടെ തീരുമാനമായി, പക്ഷെ ഡിസംബറിലാണ്, ഡിസംബർ 9 മുതൽ 23 വരെയാണ് ഈ ഒരു സഭ സമ്മേളിച്ചതെന്ന് ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് 1940 ആദ്യത്തെ എന്താണ് 46 ഡിസംബർ 9 മുതൽ 23 വരെ. അതവിടെ പഠിച്ചു വെച്ചേക്കുക. ഇനി ഈ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എങ്ങനെയാണ്? അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരും ഉണ്ട്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും ഉണ്ടെന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാനുള്ള ഈ സഭയായ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും അടങ്ങുന്നതാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ ആകെ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 389. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി പഠിക്കുക. രൂപീകൃതമാകുമ്പോഴാണ്, നമ്മൾ വിഭജിച്ച ശേഷം അത് അങ്ങ് മാറുന്നത്, ഈ കണക്ക് മാറും. അത് നമ്മൾ പയ്യെ പഠിക്കുന്നുണ്ട്. ഇത് ഓർക്കുക, ആകെ രൂപീകൃതമാകുമ്പോൾ 1946 ഡിസംബർ 9 സമയത്ത് എത്രയാണ്? 389 അംഗങ്ങളാണുള്ളത്. ഓക്കെ, ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ചിഹ്നങ്ങൾ, നമുക്കറിയാം എല്ലാത്തിനും ചിഹ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സീലുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരുന്ന ചിത്രങ്ങളാണ് ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും അതിന്റെ കൂടെ ആനയുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നമുണ്ട്. ആ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മുദ്രണം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയും ഓർത്തു വെച്ചേക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ആകെ 389 അംഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. 389 അംഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ 296 പേരാണ്. എത്രയാണ്? 296 പേർ. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 പേർ. ഇത് 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 പേർ. അതായത് 292 പേർ എവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന്. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ട്, അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 292 പേർ. പിന്നെ ചീഫ് കമ്മീഷണർമാരുണ്ട്, അവരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേർ. അങ്ങനെയാണ് 296 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാകുന്നത്. ഓക്കെ, ബാക്കി നോക്കുക നിങ്ങൾ. 292 പ്ലസ് 4 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292, ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4, അങ്ങനെ 296 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെന്നാണ്? തെരഞ്ഞെടുക്കപ്പെട്ട നാമനിർദ്ദേശം പ്രകാരം വന്ന ആളുകളാണ്. ഓക്കെ, ഇത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന്
പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി. അതായത് 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ടെന്ന് പറഞ്ഞു. ഈ 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയുണ്ട്. അതാണ് കോൺഗ്രസ്. ആരാണ്? കോൺഗ്രസ്. അവർക്ക് 208 സീറ്റുകളാണ് ലഭിച്ചത്. 292 സീറ്റ് പേരാണ് ഈ ഒരു 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ 208 പേരുമാരാണ്? കോൺഗ്രസ്സുകാരാണ്. ആരാണ്? കോൺഗ്രസ്സുകാർ. 73 സീറ്റ് മുസ്ലിം ലീഗിനും 15 സീറ്റ് മറ്റുള്ളവർക്കുമായി ലഭിച്ചു. 73 സീറ്റ് മുസ്ലിം ലീഗിന്, 15 സീറ്റ് മറ്റുള്ളവർക്ക്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ചോദിച്ചാൽ അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഇന്ന് നമ്മൾ ഉത്തർപ്രദേശിന്റെ ഭാഗമായി കിടക്കുന്ന ഒരു ഏരിയയാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. അവിടെ നിന്നാണ് ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ. അത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. 55 പേരാണ് ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. എത്രയാണ്? 55 പേർ. അത് കൃത്യമായി സംഖ്യ ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. ഇനി ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായത് 4 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ പറഞ്ഞു 4 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ഒന്ന് ദേശബന്ധു ഗുപ്ത, ഡൽഹിയിൽ നിന്ന് ദേശബന്ധു ഗുപ്ത. അജ്മീർ മോർവാരയിൽ നിന്ന് മുകുന്ദ് ബിഹാരി ലാൽ ഭാർഗവ. കൂർഗിൽ CM പുനാച്ച. പിന്നെ ബലൂചിസ്ഥാനിൽ ഖാൻ അബ്ദുസമദ് ഖാൻ എന്നീ പറയുന്ന 4 പേരാണ് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായി. എല്ലാവരെയും ചോദിക്കില്ല, ജസ്റ്റ് ചോദിച്ചാൽ നമ്മൾ അത് മറക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 93 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 പേരാണ് എന്ന് ഓർക്കുക. 93 പേർ. ഇനി നമ്മൾ പറഞ്ഞു 389 പേരാണ് ആകെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ന്. ഇനി ഇന്ത്യ വിഭജന ശേഷം നമുക്കറിയാം 1947 ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ സമയത്ത് എന്താണ്? ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞുപോയി. പാകിസ്ഥാൻ പ്രദേശത്തുള്ളവർ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇതോടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണസംഖ്യ എന്ന് പറയുന്നത് 389 നിന്ന് 299 ചുരുങ്ങി. 299 ചുരുങ്ങി എന്ന് ഓർക്കുക. 389 നിന്ന് 299 ചുരുങ്ങി. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്തു വെക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇതോടെ 296 നിന്ന് 229 ഓർക്കുക. ആദ്യം 389, അതിൽ നിന്ന് 299 ചുരുങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 എന്നാൽ ഇത് 229 ചുരുങ്ങി. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ അംഗം നമ്മൾ പറഞ്ഞു 93 ഇതെന്തായി? 70 ചുരുങ്ങി. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ ഒരു മാറ്റം അതിൽ കാണാനുണ്ടെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ എത്ര വനിതകൾ ഉണ്ടായിരുന്നു വെച്ചാൽ 17 പേരാണ്. 17 വനിതകൾ, ഇതുപോലെ തന്നെ 17 മലയാളികളും. ഈ ഒരു 17 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലും ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം, അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണമാണ് 17. എന്നാൽ അതേസമയം മലയാളികളുടെ എണ്ണം ചോദിച്ചാലും ഉത്തരം 17 തന്നെയാണ്. ആകെ മലയാളികൾ 17, വനിതകളല്ല, മലയാളികൾ 17. വനിതകൾ മലയാളികളുടെ കൂട്ടത്തിൽ 3 പേരാണ്. ഇവിടെ ഇന്ത്യയുടെ മുഴുവൻ എടുക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 വനിതകൾ, മലയാളികളും 17 എന്നാൽ വനിതകൾ 3 പേരാണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി വിഭജന ശേഷം വനിതകളുടെ എണ്ണം 15 ആയിട്ടുണ്ട്. അതായത് നമ്മുടെ വിഭജന ശേഷം 17 വനിതകൾ ഉണ്ടായിരുന്നത് 15 എണ്ണമായി ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് മാറ്റമില്ല എന്ന് കൂടി ഓർക്കുക. ഇനി പാകിസ്ഥാൻ ഈ 2 വനിതകളാണ് പോയിരിക്കുന്നത്. ആകെ 17 വനിതകളുണ്ട്. അതിൽ 2 വനിതകളാണ് ഇതിൽ നിന്ന് വിഭജനശേഷം പോയത്. ആ 2 വനിതകളിൽ ഒരാൾ ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത സുഹ്രാവർദി ഇക്രമുള്ളയുമാണ്. ഈ 2 പേരാണ് പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായത്. ഇന്ത്യയിൽ നിന്ന് പോയി പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായി. ബീഗം ജഹനാര ഷാനവാസും ബീഗം ഷൈസ്ത സുഹ്രാവർദി ഇക്രമുള്ളയും. ഓക്കെ. ഇനി നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണെന്ന് നോക്കുന്നു. എപ്പോഴാണ്? 1946 ഡിസംബർ 9.
1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ സമ്മേളനം നടക്കുന്നത്. അതും ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ 11 മണിക്ക്. രാവിലെ 11 മണിയാകുമ്പോൾ എന്താണ്, എല്ലാവരും നമ്മുടെ പാർലമെന്റിലൊക്കെ ഇരിക്കുന്ന പോലെ എല്ലാവരും 11 മണിക്ക് എന്താണ് സഭയിൽ ഹാജരായി. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് അന്നാണ് എന്ന് കൃത്യമായി പഠിക്കുക. ഇത് ചോദ്യം ഒരുപാട് തവണ ചോദിച്ചതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമയാണ് പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 പഠിച്ചു വെക്കുക. തിങ്കളാഴ്ച രാവിലെ 11 മണി. ഇത് മറക്കരുത്. ഇവിടെ തന്നെ പഠിച്ചു പോവുക. ആദ്യ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയുടെ 1946 ഡിസംബർ 9. ഈ ഡേറ്റ് മുതൽ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് വയ്യെ തന്നെ മനസ്സിലാവും. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിപ്പിച്ചത് ഡിസംബർ 23. നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 9 തുടങ്ങി 1946 ഡിസംബർ 23 വരെയാണ് പ്രഥമ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9 മുതൽ 46 ഡിസംബർ 23 വരെ. ആ ഒരു കാര്യം ഇവിടെ പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു പ്രഥമ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 207 പേരാണ്. 207 പേർ. അതായത് പ്രഥമ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഇതിൽ 9 വനിതകളും ഉണ്ടായി. 9 വനിതകളും. അതായത് 389 207 പേർ പങ്കെടുത്തു. 17 വനിതകളിൽ 9 പേർ പങ്കെടുത്തു എന്ന് ഓർക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207, വനിതകൾ 9. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം 17. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു. അതിലെ വനിതകളുടെ എണ്ണം 3. ആ വനിതകളാണ് ആനി മസ്ക്രിനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ആരൊക്കെയാണ് 3 മലയാളികൾ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ. ആനി മസ്ക്രിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ 3 പേർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ 3 പേർ. ആ 3 പേരാണ് ആനി മസ്ക്രിനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഈ 3 പേരെയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ചോദിക്കും 100 തവണ ഉറപ്പാണ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ആകെ 17 പേര് പങ്കെടുത്തുന്നു. ഇതാ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി സാന്നിധ്യം ചോദിച്ചാൽ പട്ടംതാണു പിള്ള, ആർ ശങ്കർ, CS നടരാജപിള്ള, ആനി മസ്ക്രിൻ, കെ മുഹമ്മദ്, PT ചാക്കോ എന്നിവരടങ്ങുന്ന 6 പേർ. തിരുവിതാംകൂറിൽ നിന്ന് 6 പേർ. ആരൊക്കെ? പട്ടംതാണു പിള്ളയുണ്ട്, ആർ ശങ്കർ ഉണ്ട്, CS നടരാജപിള്ളയുണ്ട്, ആനി മസ്ക്രിൻ ഉണ്ട്, KA മുഹമ്മദ് ഉണ്ട്, PT ചാക്കോ ഉണ്ട്. അങ്ങനെ 6 പേർ തിരുവിതാംകൂറിൽ നിന്ന്. കൊച്ചിയിൽ നിന്ന് ഒരാൾ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്നൊരാൾ പനമ്പിള്ളി ഗോവിന്ദമേനോൻ എന്ന് ഓർക്കുക. ഇനി മദ്രാസിൽ നിന്ന് എത്ര പേരാണ്? മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, AK മേനോൻ, B പോക്കർ സാഹിബ് ബഹദൂർ, KTM അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, മാധവ മേനോൻ. എത്ര പേര്? 9 പേർ. 6 പേർ നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് 6 പേർ, കൊച്ചിയിൽ നിന്ന് ഒരാൾ, മദ്രാസ് അതായത് നമ്മുടെ മലബാറിന്റെ ആ ഒരു റീജിയൻ വരുന്നത് മദ്രാസിന്റെ ഏരിയയാണ്. അങ്ങനെ മദ്രാസിൽ നിന്ന് 9 പേർ. 9 ഒന്നും 10 16 പേരായി ഇവിടെ. 16 പേർ. ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാൾ ജോൺ മത്തായി. ഒരുപാട് തവണ ചോദിച്ചതാണ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോൺ മത്തായി. 6 പേർ തിരുവിതാംകൂർ, ഒരാൾ കൊച്ചിയിൽ, മദ്രാസ് റീജിയനിൽ നിന്ന് 9 പേർ, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാൾ. അങ്ങനെ ആകെ 17 മലയാളികൾ. ഇതിൽ 3 പേർ വനിതകൾ. ഇങ്ങനെയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഓർക്കുക, തിരുവിതാംകൂറിൽ നിന്ന് 6 പേർ, നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരാൾ, മദ്രാസ് റീജിയനിൽ നിന്ന് 9 പേർ, മലബാർ അടക്കം വരുന്ന 9 പേർ, യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ UPയുടെ ഭാഗമായിട്ടുള്ള അവിടെ ഒരാൾ ജോൺ മത്തായി. അത് ജോൺ മത്തായിയും കൊച്ചിയിൽ പനമ്പിള്ളി ഗോവിന്ദമേനോനും യുണൈറ്റഡ് പ്രൊവിൻസിൽ ജോൺ മത്തായിയും പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു പ്രഥമ സമ്മേളനം നടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡിസംബർ, ഇതൊരു നമ്മൾ ചിന്തിക്കുക, ഇന്ന് 1946
December 9 തിങ്കളാഴ്ചയാണ്. നമ്മളൊരു 11 മണിയോടെ നമ്മൾ എന്താണ് ആ ഹാളിൽ, ഏത് ഹാളില്? നമ്മുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ തന്നെ. നമ്മുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഇതാ നമ്മൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇതാണ് പാർലമെന്റിന്റെ ഹാൾ എന്ന് വിചാരിക്കുക. ഇതിങ്ങനെ പാർലമെന്റിന്റെ ഹാള്, ഇതാ ഇവിടെ ഇങ്ങനെ നമ്മളിതാ ഇങ്ങനെ റോയിൽ ഇരിക്കുന്നു. ഇവിടെ അതിന്റെ സഭാ നടപടികളൊക്കെ ആരംഭിക്കുന്നു ചിന്തിക്കുക. അപ്പൊ നമ്മൾ എവിടെയാണ്? ഇത് പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നമ്മളിതാ വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിട്ടുണ്ട്. എവിടെ? പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നമ്മളിപ്പോ ഇറങ്ങി. അവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്. എവിടെയാണ്? പാർലമെന്റ് സെൻട്രൽ ഹാളാണ്. ഇന്ന് 1946 December 9 തിങ്കളാഴ്ചയാണ്. 11 മണിയുടെ ബെല്ലടിച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഈ ഹാളിൽ കയറിയിരുന്നു, പാർലമെന്റ് സെൻട്രൽ ഹാളിൽ കയറിയിരുന്നു. ഈ ഒരു സമ്മേളനത്തിലേക്ക് ഒരു അധ്യക്ഷൻ വേണം. ആരെ തെരഞ്ഞെടുക്കും? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കും. ഇവിടെ നിന്ന് ആദ്യത്തെ പ്രായം കൂടിയ ഒരാളെ നമ്മൾ അങ്ങ് തെരഞ്ഞെടുത്തു. പ്രായം കൂടിയ ഒരാൾ സഭയെ നയിക്കട്ടെ എന്ന രീതിയിൽ ആദ്യത്തെ ഒരു സ്ഥിരം അധ്യക്ഷൻ വരുന്നത് വരെ പ്രായം കൂടി, ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണോ അദ്ദേഹം സഭയെ നയിക്കട്ടെ എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്തു? സച്ചിദാനന്ദ സിൻഹ, ഏറ്റവും പ്രായം കൂടിയ അംഗമായ സച്ചിദാനന്ദ സിൻഹയെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനായിട്ട് അങ്ങ് നമ്മൾ തെരഞ്ഞെടുത്തു. നമ്മൾ പറയുകയാണ്, ഇതാ സച്ചിദാനന്ദ സിൻഹയുടെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ്, അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനാകട്ടെ. അദ്ദേഹമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. 1946 December 9 പക്ഷെ അത് തെരഞ്ഞെടുക്കുന്നത്. 3 ദിവസം കഴിഞ്ഞു. 6-ാം തീയതി കഴിഞ്ഞു. 9-ാം തീയതി ആയപ്പോഴാണ് നമുക്കൊരു അധ്യക്ഷന്റെ ആവശ്യം നമ്മൾ ബോധ്യപ്പെട്ടത്. അതോടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ 9-ാം തീയതിയോടെ നമ്മൾ അങ്ങ് പ്രഖ്യാപിച്ചു. 9-ാം തീയതിയോടെ അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി ഈ ഒരു പ്രഖ്യാപനം നടന്നിങ്ങനെ പോകുമ്പോഴാണ് ഇതിനൊരു തെരഞ്ഞെടുപ്പാണ്. അതായത് നമുക്ക് പ്രോട്ടോം സ്പീക്കർ എന്ന രീതിയിലാണ് നമ്മൾ താൽക്കാലിക അധ്യക്ഷനെ എടുക്കുന്നത്. നമുക്കറിയാം പ്രോട്ടോം സ്പീക്കർ ഉണ്ട്. പ്രോട്ടോം സ്പീക്കർ എന്ന രീതിയിൽ താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹ വന്നു. നമുക്കൊരു സ്ഥിരം സ്പീക്കർ വേണം, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിരം അധ്യക്ഷൻ വേണം. അങ്ങനെ ആ ഒരു സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തീയതി വന്നത് എപ്പോഴാണ്? 1946 December 11. December 11 നമ്മൾ ആ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചു. December 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ആ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. 46 December 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 December 11 തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കൂടി ഓർക്കുക. ഇതിന്റെ ഒരു ബ്രെയിൻ ട്രീ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 1946 December 9 സഭാ സമ്മേളനം തുടങ്ങി. അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞപ്പോ 46 December 11 നമുക്കൊരു സ്ഥിരം അധ്യക്ഷൻ വേണം. ആരാണ്? രാജേന്ദ്ര പ്രസാദായി. രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇങ്ങനെ അതുകൂടാതെ ഉപാധ്യക്ഷന്മാരായി HC മുഖർജിയും VT കൃഷ്ണമാചാര്യയും തെരഞ്ഞെടുത്തു. ഉപാധ്യക്ഷന്മാരായിട്ട് HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയെയും എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇനി ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നത്? HVR അയ്യങ്കാർ ആണ്. HVR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്നത്. സെക്രട്ടറി HVR അയ്യങ്കാർ. ഇനി ഈ ഒരു സമ്മേളനത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? അതായത് നമ്മളിങ്ങനെ പാർലമെന്റിന്റെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് 1946 December 9. ഈ ഒരു സമയത്ത് ആദ്യമായി ഈ ഒരു പാർലമെന്റിന്റെ ഹാളിനെ അഭിസംബോധന, അല്ലെങ്കിൽ ഈ ഒരു സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? അത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനി. നമ്മൾ നോക്കുമ്പോൾ കൃപലാനി എഴുന്നേൽക്കുന്നു. കൃപലാനി എഴുന്നേറ്റ് പറയുകയാണ്, ഹായ് ഫ്രണ്ട്സ്, ഹായ് സുഹൃത്തുക്കളെ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന രീതിയിൽ അങ്ങ് പറയുന്നു. ഓക്കെ, ഇതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം 11-ാം തീയതി സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെയും ഉപാധ്യക്ഷന്മാരായി HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയും നമ്മൾ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇനി ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത്? അത് SN മുഖർജിയാണ്. SN മുഖർജിയാണ് ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജി. ഇനി ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്, അതായത് തന്റെ സ്വന്തം കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അത് പ്രേം ബിഹാരി നരൈൻ റെയ്സ്ത. അതായത് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി, ആദ്യ ഭരണഘടന എഴുതി തയ്യാറാക്കി, അതായത് കയ്യെഴുത്തു പ്രതിയാണ്. ഇത് എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? പ്രേം ബിഹാരി നരൈൻ റെയ്സ്ത. തന്റെ മനോഹരമായ തങ്കലിപികളിൽ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ പേരാണ് പ്രേം ബിഹാരി നരൈൻ റെയ്സ്ത.
റീസ്ത എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഹിന്ദി കയ്യെഴുത്ത് പ്രതിയുണ്ട്, അതായത് ഇദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷിലാണ്, ഇതിനൊരു ഹിന്ദി കയ്യെഴുത്ത് പ്രതിയുണ്ട്. അത് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഹിന്ദിയിൽ മനോഹരമായി എഴുതിയെടുത്തത് വസന്ത് കൃഷ്ണ വൈദ്യ. അപ്പൊ പ്രേം ബിഹാരി നരൈൻ റീസ്തയാണ് ആദ്യമായി ഭരണഘടനയുടെ എഴുതി തയ്യാറാക്കിയത്. പിന്നീട് ഹിന്ദിയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ. ഇനി ആരാണ് ഭരണഘടനയുടെ കവർ പേജും ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത്? അത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജും ലേ ഔട്ടും തയ്യാറാക്കിയത്. അപ്പൊ മനോഹരമായി നമ്മൾ കാണുന്ന ആ ലേ ഔട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിന്റെ കവർ പേജും തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഇനി ഭരണഘടനയുടെ നക്കൽ അഥവാ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. ഡ്രാഫ്റ്റും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും തമ്മിൽ മാറിപ്പോകരുത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. എന്നാൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നക്കൽ എഴുതി ഒരു രൂപരേഖ എഴുതി തയ്യാറാക്കിയത്, അതൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നതും BN റാവു തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നത് BN റാവു. ഇനി ആരാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 9 എന്ത് ചെയ്തു? സഭ സമ്മേളിച്ചു. താൽക്കാല അധ്യക്ഷൻ സച്ചിദാനന്ദൻ വന്നു. അത് കഴിഞ്ഞ 11-ാം തീയതി ആര് വന്നു? 11-ാം തീയതി രാജേന്ദ്ര പ്രസാദ് എന്ത് ചെയ്തു? സ്ഥിരം അധ്യക്ഷനായി. അഭിസംബോധന ചെയ്തതാരാണ്? JV കൃപലാനി അഭിസംബോധന ചെയ്തു. അതിനുശേഷം 13-ാം തീയതി ആകുമ്പോൾ നമുക്കൊരു ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് തോന്നി. അങ്ങനെ ആദ്യമായി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആമുഖത്തിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ആമുഖം തയ്യാറാക്കിയത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ആരാണ്? BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം. നിയമോപദേശകനാണ് എന്ന് കൂടി ഓർക്കുക. ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തിയാണ് BN റാവു. അദ്ദേഹമാണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പിന്നീട് വരുന്നുണ്ട്, അതിൽ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. 1946 ഡിസംബർ 13-ാം തീയതി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായി മാറുകയാണ്. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13-നാണ് അവതരിപ്പിക്കുന്നത്. ഡിസംബർ 13-ന്. ഓക്കെ. ഈ ഒരു 13-ന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കുന്നത് എപ്പോഴാണെന്നറിയോ? 1947 ജനുവരി 22-ാം തീയതിയാണ്. 1947 ജനുവരി 22-ാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? ഈ ലക്ഷ്യപ്രമേയം സഭ പാസ്സാക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് 47 ജനുവരി 22-ന്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു. അന്ന് രാത്രി ഇന്ത്യയെ വിഭജിച്ച ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതോടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്തായി? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി. ഭരണഘടനാ നിർമ്മാണ സഭ എന്നത് നിയമനിർമ്മാണ സഭയായി. എപ്പം മുതൽ? 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി മുതൽ. ഓക്കെ. നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് നവംബർ 17-നാണ്. 1947 നവംബർ 17. 1947 നവംബർ 17, അതായത് 14-ാം തീയതി അർദ്ധരാത്രിയോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതോടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്തായി മാറി? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-ാം തീയതിയാണ്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് GV മാവലങ്കറിനെ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ വെച്ചാണ് GV മാവലങ്കറിനെ എന്തായത്? ഇന്ത്യയുടെ പ്രഥമ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നത് നോക്കുക. ഇന്ത്യയുടെ ഭരണഘടന എപ്പോഴാണ് സ്വീകരിക്കപ്പെട്ടത്? 1949 നവംബർ 26-ാം തീയതി. 1949 നവംബർ 26-ാം തീയതി എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഭരണഘടന സ്വീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന സ്വീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഇതിൽ എഴുതപ്പെട്ട ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26-ആണ്. 1949 നവംബർ 26-ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതപ്പെട്ട ഒരേ ഒരു ഡേറ്റ്.
നിയമനിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നാണ്. അതായത് നിയമനിർമ്മാണ സഭ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയോടെ നിയമനിർമ്മാണ സഭയായി മാറിയ ഈ നിയമനിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടക്കുന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതും അതേ ദിവസം തന്നെ 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്ത് ചെയ്തു? ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ആരാണ്? 50 ജനുവരി 24. അങ്ങനെ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണമാണ് 284. 284 അംഗങ്ങളാണ് ഒപ്പുവെക്കുന്നത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 299 അംഗങ്ങളിൽ 284 പേര് എന്ത് ചെയ്തു? ഭരണഘടനയിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്ന് സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26-ന്. 1949 നവംബർ 26-ന് ഭരണഘടന സ്വീകരിക്കപ്പെട്ടു. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ാം തീയതി. 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയതും 1950 ജനുവരി. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെയാണ് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇനി എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായിട്ടുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26-ആണ്. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് ജനുവരി 26. ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ 26-ഉം ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. ദേശീയ നിയമ ദിനവും ദേശീയ ഭരണഘടനാ ദിനവും നവംബർ 26-ആണ്. ദേശീയ നിയമ ദിനവും ദേശീയ ഭരണഘടനാ ദിനവും നവംബർ 26-ആണ്. റിപ്പബ്ലിക് ദിനം ജനുവരി 26. എന്തുകൊണ്ട് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു ചോദിച്ചാൽ 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. അപ്പൊ 1929 ഡിസംബർ 31 അർദ്ധരാത്രിയോടെ എന്ത് ചെയ്തു? അതൊരു ലാഹോർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ലാഹോർ സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്തു? പാസാക്കിയ പൂർണ്ണ സ്വരാജ് ഉണ്ട്. പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തു എന്ന് ഓർക്കുക. ഇനി ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം ചോദിച്ചാൽ 2 വർഷം 11 മാസം 18 ദിവസം. 2 വർഷം 11 മാസം 18 ദിവസമാണെന്ന് ഓർക്കുക. ഓക്കെ, ചിലതിൽ 17 ദിവസം എന്നും പറയുന്നുണ്ട് ചില ഉത്തരങ്ങളിൽ, ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചെലവായ തുക 64 ലക്ഷമാണ്. 64 ലക്ഷം. ഇങ്ങനെ 11 സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണം 165-ആണ്. എന്നാൽ NCERT പാഠപുസ്തകത്തിൽ 166 എന്നും പറയുന്നുണ്ട്. NCERT പാഠപുസ്തകത്തിൽ 166 എന്നും പറയുന്നത് ഓർക്കുക. 11 സെക്ഷനുകളായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണം 165. 165 ഓർത്താൽ 165 തന്നെ പഠിച്ചേക്കുക. ഓക്കെ, ഇതിൽ 114 ദിവസവും ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കാനാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ. ഇനി 1950 ഭരണഘടന നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ് എത്രയാണ്? 395 ആർട്ടിക്കിൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. അതായത് 395 ആർട്ടിക്കിൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ എന്നിവയാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് വരുന്നത്. എന്നാൽ നിലവിൽ 470ഓളം ആർട്ടിക്കിളുകളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമുണ്ട്. അതായത് നിലവിൽ 470ഓളം ആർട്ടിക്കിളുകളുണ്ട്, അനുച്ഛേദങ്ങളുണ്ട്, 12 പട്ടികകളുണ്ട്, 25 ഭാഗങ്ങളുമുണ്ട്. 470ഓളം 12 പട്ടികകൾ, 25 ഭാഗങ്ങൾ എന്ന് ഓർത്തു വെക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അതായത് യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതെന്ന് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ഇന്ത്യൻ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഓർക്കുക.
ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ, അതായത് നമ്മൾ എം പിമാരെ തെരഞ്ഞെടുക്കും. ഈ എം പിമാരുടെ സഭ അവരാണ് എന്ത് ചെയ്തു, പ്രധാനമന്ത്രിയും മന്ത്രിമാരെയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടി തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ലിഖിത ഭരണഘടനയാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യക്ക്, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ പാർലമെന്ററി രീതിയിലുള്ള ഭരണ സമ്പ്രദായമാണ്. മൗലികാവകാശങ്ങളുണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്, നിർദ്ദേശക തത്വങ്ങളുണ്ട്. അതുപോലെ സംയുക്ത ഭരണ വ്യവസ്ഥയാണ് പറയുന്നത്. നല്ല ശക്തമായ നിയമവാഴ്ച, ഏക പൗരത്വമാണ്. ഏക പൗരത്വമാണ് ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22 1947 ജൂലൈ 22 എന്ത് ചെയ്തു, ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടു. ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടു എന്ന് ഓർക്കുക. ഇനി 1950 ജനുവരി 24 ദേശീയ ഗാനം അതുപോലെ തന്നെ ഗീതം, ദേശീയ ഗാനവും ഗീതവും അംഗീകരിക്കുന്നത്. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. 47 ജൂലൈ 22 പതാക, ദേശീയ പതാക അംഗീകരിച്ചു. 1950 ജനുവരി 24 ഗാനവും ഗീതവും എന്ത് ചെയ്തു, അംഗീകരിച്ചു എന്ന് ഓർക്കുക. ഇനി ദേശീയ മുദ്ര അംഗീകരിച്ചത് 50 ജനുവരി 26 ജനുവരി 26 50 ജനുവരി 26 എന്ത് ചെയ്തു, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്ര അംഗീകരിച്ചു. ഇന്ത്യയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് ഓർത്ത് വെക്കുക. എന്നാൽ ഈ ഒരു ആമുഖം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. എന്നാൽ സോഷ്യലിസ്റ്റും മതേതരവും എന്താണ് അവിടെ നമ്മൾ ചേർക്കപ്പെട്ടതാണെന്ന് ഓർക്കുക. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വസ്തുതകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. എല്ലാ സിലബസ് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തിട്ട് തന്നെയാണ് പോവുക. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിന് താഴെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകൾ എഴുതുന്ന അവർ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്